السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ദിക്റുകളും നിർവഹിക്കേണ്ട പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് പേടിച്ചൊക്കെ എഴുന്നേറ്റാൽ എപ്രകാരമാണ് നമ്മൾ അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവൽ തേടേണ്ടത് എന്ന ദുആയെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഉണരുന്ന വേളയിൽ, അത് ഏത് സമയത്ത് പെട്ടെന്ന് ഇടക്കൊന്ന് ഉണരുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉണരുകയാണ്, സുബഹിയൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ഇടയ്ക്കൊരു സമയത്ത് ഉണർന്ന് വീണ്ടും കിടക്കുകയൊക്കെയാണ്. എന്നാലും ആ സമയത്തൊക്കെ നമുക്ക് പറയാവുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിക്ർ, അതാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇപ്രകാരം നമ്മെ അറിയിക്കുകയാണ്. എന്താ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്? മൻ തആറ മിനൽ ലൈലി, അതായത് ഐ ഇസ്തൈഖള മിൻ നൗമിഹി ലൈല, ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് രാത്രിയിൽ അവൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ. ഈ അധ്യായം, ഈ വിഷയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഫി കിതാബി തഹജ്ജുദി. അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ തഹജ്ജുദിൻ്റെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്. അപ്പം ആ സമയത്തുള്ള തഹജ്ജുദിന് വേണ്ടിയുള്ള എഴുന്നേൽപ്പിലും ആ ഒരു നേരത്തും അവൻ എന്ത് ചെയ്യണം? ഈ ഒരു സമയത്ത് ഇടയ്ക്കുള്ള ഉണർന്നിഞ്ഞ് നിസ്കരിക്കാനൊന്നും നീക്കുന്നില്ല, ഒന്നാണ്ട് ഉണർന്ന് പിന്നെയും ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഈ പ്രാർത്ഥന പറയേണ്ടതുണ്ട്. എന്താണ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് കാണാതൊന്നും പഠിക്കാനില്ല, അറിയാവുന്നത് തന്നെയാണ്. അതിൻ്റെ ക്രമം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഉണരുന്ന വേളയിൽ തന്നെ അവൻ്റെ തൗഹീദ് തന്നെയാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, അവനാണ് സർവാധികാരം, അവനാണ് സർവസ്തുതി, അവൻ സർവത്തിനും കഴിവുള്ളവനാണ്. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതൊരു പാർട്ട്. ഇനി എന്നോട് ചേർത്ത് എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എല്ലാവർക്കും അറിയുന്നതാണ്, അതും പറയുക. റബ്ബിനാണ് സർവസ്തുതി, അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവനല്ലാതെ ആരാധ്യനില്ല, അവനാണ് ഏറ്റവും മഹാൻ. ശേഷം അതിനോട് തുടർന്ന് മൂന്നാമതായിട്ടോ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറും ഇല്ല. ഏതൊരു കാര്യവും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുവാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഇതൊരാളാണ് പറഞ്ഞാൽ, ഇത് പറഞ്ഞതിൻ്റെ ശേഷം നബിതങ്ങൾ പറയണം സുമ്മ ഖാല, പിന്നീട് അവൻ ഇപ്രകാരം പറയട്ടെ. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാം. അല്ലാഹുമ്മ ഗ്ഫിർലി ആർക്കും പറയാൻ കഴിയാവുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. ഇനി അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി അവൻ്റെ എന്ത് കാര്യമാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ അതങ്ങ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഉസ്തുജീബ, ആ ദുആക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഇതേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ആ ദുആക്ക് ഉത്തരം കിട്ടും. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് പറയാനുള്ളതൊക്കെ അള്ളാഹിനോടാണ് പറഞ്ഞു. അതിന് പ്രത്യേകം ഉത്തരമുണ്ട്. നമ്മളവിടെ കിടന്ന കിടപ്പിൽ തന്നെയാണെങ്കിലും ഇത് പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനി നബി തങ്ങൾ പറയാണ് അതിനോട് ചേർത്തുകൊണ്ട്. ഇനി ഒരാൾ എഴുന്നേറ്റിട്ട് അവൻ എന്ത് ചെയ്യാണ്? പോയിട്ട് ഫൈൻ തവല്ല, അവൻ ഉളുവെടുത്തു, ഒരു രണ്ടരക്കാലം നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഖുബിലത്തു സ്വലാത്തുഹു, അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്? വീണ്ടും ഉറക്കത്തിലേക്ക് പോകാതെ വേഗം പോയിട്ട് ഉളുവെടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ അവൻ്റെ ആ നിസ്കാരം എന്ത് ചെയ്യാണ്?
ഫൈൻ തവല്ലഅ ഖുബിലത്തു സ്വലാത്തുഹു, അവൻ വുദൂ എടുത്ത് നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. അത്രത്തോളം ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നാണ്. ഇതിൻ്റെ മഹത്വം വിശദീകരിക്കവേ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, മഹാനായ അബൂ അബ്ദുല്ലാഹിൽ ഫിർബരി, ഇമാം ബുഖാരിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ അബ്ദുല്ലാഹിൽ ഫിർബരി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ഞാൻ ഈ ഹദീസ് പഠിച്ചതിൻ്റെ ശേഷം അജറൈതു ഹാദ ദിക്റ അലാ ലിസാനി ഇൻദ ഇന്തിബാഹി, പെട്ടെന്ന് ഉണരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ നാവിൽ ഈ ദിക്ർ കൊണ്ടുവരും. അങ്ങനെ ഒരിക്കൽ ഞാനിത് പറഞ്ഞപ്പോൾ സുമ്മ നിംതു, അത് പറഞ്ഞു പിന്നെ ഞാനങ്ങ് ഉറങ്ങിയപ്പോൾ ഫഅതാനി ആതിൻ ഫിൽ മനാമി, ഉറക്കിൽ എൻ്റെ അടുക്കൽ ഒരാൾ വരും. ഈ ആയത്ത് പാരായണം ചെയ്യണം. ഏതാണ് ആയത്ത്? വഹുദൂ ഇല തയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. എന്താ അതിൻ്റെ ആശയം? വഹുദൂ ഇല തയ്യിബി മിനൽ ഖൗലി, അവരതായ ഏറ്റവും നല്ല വാക്കിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ത്വയ്യിബായ വാക്കിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടിരിക്കുകയാണ്. വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്, ഏറ്റവും സ്തുതിക്കപ്പെടുന്ന നല്ലതായ വഴിയിലേക്ക് ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ആയത്താ എന്നെ ഈ വന്ന ആളിങ്ങനെ കേൾപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് വലിയൊരു മഹത്വമുണ്ട്. അത്തയ്യിബ് മിനൽ ഖൗല്, അതുപോലെ തന്നെ സിറാത്തുൽ ഹമീദിലേക്കൊക്കെ മനുഷ്യന് ഹിദായത്ത് കിട്ടാൻ ഈ ദിക്ർ പാലിക്കൽ വളരെ അനിവാര്യമാണ്. അതിലേക്ക് അവനെ നയിക്കും എന്നാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ആർക്കും പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി. ഇനി എന്താണെങ്കിൽ വേറെ പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിക്കുക. പ്രത്യേകം അള്ളാഹു ഉത്തരം തരും. ഇനി എഴുന്നേറ്റ് ഉളു എടുത്ത് നിസ്കരിച്ചാലോ ആ നിസ്കാരത്തിന് സ്വീകാര്യതയും കിട്ടുന്നതാണ് എന്നാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം നടപ്പിൽ വരുത്തുവാൻ എല്ലാവരും ഉത്സാഹം കാണിക്കുക. അള്ളാഹു യഥാർത്ഥത്തിൽ ഈ പറയുന്ന നല്ല മാർഗത്തിലേക്ക്, നല്ല വാക്കുകളിലേക്കൊക്കെ നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.